ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്ര സ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. വസന്ത നവരാത്രി 3-ാം ദിവസം എല്ലാവർക്കും സുസ്വാഗതം. രാമനവമി പ്രഭാഷണ പരമ്പര ഇന്ന് 4-ാം ദിവസമാണ്. പക്ഷെ ഒരു ദിവസം നമുക്കത് മിസ്സായിപ്പോയി. അതുകൊണ്ട് 3-ാം ദിവസം. പുരുഷ സൂക്തം ആണ് നമ്മൾ ഇവിടെ വ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ചൊല്ലാം. ഓം തച്ഛം യോരാവൃണീമഹേ ഗാതും യജ്ഞായ ഗാതും യജ്ഞപദയേ ദൈവീ സ്വസ്തിരസ്തു നഃ സ്വസ്തിർമാനുഷേഭ്യഃ ഊർധ്വം ജിഗാതു ഭേഷജം ശന്നോ അസ്തു ദ്വിപദേ ശം ചതുഷ്പദേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സഹസ്രശീർഷാ പുരുഷഃ സഹസ്രാക്ഷഃ സഹസ്രപാദ് സ ഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠത് ദശാങ്കുലം. പുരുഷ ഏവേദഗം സർവം യദ്ഭൂതം യచ్చ ഭവ്യം ഉതാമൃതത്വസ്യേശാനഃ യദന്യേനാതിരോഹതി ഏതാവാനസ്യ മഹിമാ അതോ ജായാഗംശ്ച പൂരുഷഃ പാദോऽസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി ത്രിപാദൂർധ്വ ഉദൈ പുരുഷഃ
पादोऽस्येहाभवत् पुनः ततो विश्वं विक्रामत् शासनानशने अभि तस्मात् विराडजायत विराजो अतिपूरुषः स जातो अत्यधिच्यत पश्चात् भूमिमथो पुरः यत्पुरुषेण हविषा देवा यज्ञमतन्वताम् वसन्तो अस्यासीदाज्यम् ग्रीष्म इद्मः शरद्दविः सप्तास्यासन् परिदयः त्रिसप्तः समिदकृताः देवा यद्यज्ञम् तन्वानाः अभद्रन् पुरुषं पशुं तयज्ञं बर्हिषि प्रोक्षन् पुरुषं जातमग्रदः तेन देवा अयजन्त साध्या ऋषयश्च ये तस्माद्यज्ञात् सर्वहुतः संवृतं पृषदाज्यं पशोगस्तागश्चक्रे वायव्यान् आरण्यान् ग्राम्याश्च ये तस्माद्यज्ञात् सर्वहुतः ऋचः सामानि जज्ञिरे छन्दागंसि जज्ञिरे तस्माद् यजुस्तस्मादजायत तस्मादश्वा अजायन्त एकेचोभयादतः गावो हजज्ञिरे तस्माज्जाता अजावयः यत्पुरुषं व्यददुः कथिधा व्यकल्पयन् मुखं किमस्य कौ बाहु कावूरूपादावुच्येते ब्राह्मणोऽस्य मुखमासीत् बाहुराजन्यकृतः ऊरु तदस्य यद्वैश्यः पद्भ्यागं शूद्रो अजायत चन्द्रमा मनसो जातः चक्षो सूर्यो अजायत मुखादिन्द्रश्चाग्निश्च प्राणाद्वायुरजायत नाभ्या आसीदन्तरिक्षं शीर्ष्णोऽद्यौ समवर्तत पद्भ्यां भूमिर्दिशः श्रोत्राद् तथा लोकागम् अकल्पयन् वेदाहमेतं पुरुषं वहान्दम् आदित्यवर्णं तमसस्तु पारे सर्वाणि रूपाणि विचित्य धीरः नामानि कृत्वा विवदन् यदास्ते दादा पुरस्ताद्यमुदा जहार शक्रः प्रविद्वान् प्रदिशश्चतस्रः तमेवं विद्वानमृत इह भवति नान्यः पन्था अयनाय विद्यते यज्ञेन यज्ञमयजन्त देवाः तानि धर्माणि प्रथमान्यासन् ते हनाकं महिमानः सचन्दे यत्र पूर्वे साध्या सन्ति देवाः अद्भ्यः सम्भूतः पृथिव्यैरसा च विश्वकर्मणः समवर्तनाधि तस्य त्वष्टा विदधद्रूपमेति तत्पुरुषस्य विश्वमाजानमग्रे वेदाहमेतं पुरुषं महान्तम् आदित्यवर्णं तमसः परस्ताद् तमेवं विद्वानमृत इह भवति नान्यः पन्था विद्यते यनाय प्रजापतिश्चरति गर्भे अन्तः अजायमानो बहुधा विजायते तस्य धीराः परिजानन्ति योनिम् मरीचीनां पदमिच्छन्ति वेदसः यो देवेभ्य आतपति यो देवानां पुरोहितः पूर्वो यो देवेभ्यो जातः नमो रुचाय ब्राह्मये रुचं ब्राह्मं जनयन्तः देवा अग्रे तदब्रुवन् यस्त्वैवं ब्राह्मणो विद्यात् तस्य देवा असन्वशे ह्रीश्च ते लक्ष्मीश्च पत्न्यौ अहोरात्रे पार्श्वे
നക്ഷത്രാണി രൂപം അശ്വിനൗ വ്യാപ്തം ഇഷ്ടം മനിഷാണ് അമും മനിഷാണ് സർവം മനിഷാണ്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. വേദമന്ത്രങ്ങളിൽ ഗായത്രി മഹാമന്ത്രം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് 4 വേദങ്ങളിലും വരുന്നതായിട്ടുള്ള പുരുഷ സൂക്തം. അതിൽ യജുർവേദത്തിലാണത് 24 മന്ത്രങ്ങളോടുകൂടിയുള്ളത്. ഋഗ്വേദത്തിൽ 16 മന്ത്രങ്ങളേ ഉള്ളൂ. നമ്മൾ ആ ഉത്തരനാരായണത്തിന് മുമ്പുള്ള 16 മന്ത്രങ്ങൾ. മറ്റ് വേദങ്ങളിലേക്ക് വരുമ്പോഴേക്കും പിന്നെയും ശ്ലോകസംഖ്യകൾ, മന്ത്രസംഖ്യകൾ ചുരുങ്ങും. എന്തായാലും എല്ലാ വേദങ്ങളിലും പുരുഷ സൂക്തം വർണ്ണിച്ചിട്ടുണ്ട്. നമ്മുടെ ഇതിഹാസ പുരാണങ്ങളിലൊക്കെ ഈ പുരുഷ സൂക്ത സമാനമായിട്ടുള്ള സ്തുതികളുണ്ട്. ഈശ്വരനെ സ്തുതിക്കുമ്പോൾ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്തുതി പുരുഷ സൂക്തം കൊണ്ടുള്ള സ്തുതിയാണ്. അപ്പോൾ നമുക്ക് ഏത് പുരാണങ്ങൾ നോക്കിയാലും ദേവന്മാരും ബ്രഹ്മദേവനും മഹാദേവനും ഒക്കെ കൂടി ഈ ഭൂമിക്ക് അസുരന്മാരെ കൊണ്ട് ഭാരം വർദ്ധിച്ച് ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ ഭഗവാന്റെ അടുത്ത് ചെന്ന് ശരണം പ്രാപിച്ച് ഭഗവാനെ സ്തുതിക്കുന്നതെല്ലാം പുരുഷ സൂക്തം കൊണ്ടുള്ള സ്തുതിയാണ്. അങ്ങനെ നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ പലതവണ ഭഗവാന്റെ അവതാര സന്ദർഭത്തിൽ ബ്രഹ്മദേവൻ ചെന്ന് സ്തുതിച്ചു എന്ന് പറയുന്നതായിട്ട് രംഗത്ത് ഈ സൂക്തത്തിന്റെ കുറച്ചുകൂടി എന്താ പറയുക, ഇതിനെ ഒന്നുകൂടെ വിസ്തരിച്ച് ശ്ലോക രൂപത്തിലാക്കിയിട്ടുള്ളതാണ്. ഇത് മന്ത്രരൂപത്തിലുള്ളതാണ്. മറ്റത് കുറച്ചുകൂടി വിസ്തരിച്ച് ശ്ലോക രൂപങ്ങളിലാക്കിയിട്ട് അനേക ശ്ലോകങ്ങളെ കൊണ്ട് പല രീതിയിൽ വർണ്ണിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ശ്രീശുഖ ബ്രഹ്മർഷി ഭാഗവതം ആരംഭിക്കുന്ന ആ സന്ദർഭത്തില് പരീക്ഷത്ത് രാജാവിന് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് തുല്യമായിട്ടുള്ള ഒരു ഉപദേശം. പാതാളമേധസ്സി പാദമൂലം എന്ന് തുടങ്ങിയിട്ട് ആ വിരാട് പുരുഷനെ വർണ്ണിക്കുന്നതായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള വർണ്ണനം. നമ്മുടെ രാമായണം എടുത്ത് നോക്കിയാൽ കാണാം. രാമായണത്തിലും പല സ്തുതികളിലും ഈ സാരമാണ്. നമ്മുടെ വിരാതസ്തുതിയോ അല്ലെ, വിരാതസ്തുതി, കബന്ധസ്തുതി മുതലായിട്ടുള്ള സ്തുതികളില് ഇതിന്റെ വിസ്താരം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഏത് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ ഈ പുരുഷ സൂക്ത സമാനമായിട്ടുള്ള സൂക്തങ്ങൾ അല്ലെങ്കിൽ സ്തുതികൾ കാണാമെന്ന് പറയാം. അത്രയും വിശേഷപ്പെട്ടതാണ് ഈ പുരുഷ സൂക്തം. ഇത് അർത്ഥം മനസ്സിലാക്കി സ്തുതിക്കുമ്പോഴാണ് അതിന്റെ ഏറ്റവും നമുക്ക് പ്രയോജനം ഉണ്ടാവുക. എന്താണ് പ്രയോജനം എന്ന് വെച്ചാൽ, ഏറ്റവും വലിയ പ്രയോജനം നമുക്ക് എല്ലാറ്റിലും സമദൃഷ്ടി ഉണ്ടാവുക, എല്ലാറ്റിനെയും സ്നേഹിക്കാൻ കഴിയുക. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒന്നായി കാണുകയാണ്, ഈശ്വര സ്വരൂപമായി കാണുകയാണ്. അത് എന്നിൽ നിന്ന് ഭിന്നവും അല്ല. ആ ഈശ്വരനിൽ നിന്ന് ഭിന്നമായിട്ട് എനിക്കൊരു അസ്തിത്വം, വ്യക്തിത്വം ഇല്ല. ഞാനും ഈശ്വരന്റെ അംശമാണ്. ഈശ്വരനിൽ നിന്നുണ്ടായതായിട്ടുള്ള ഈ വിശ്വത്തിൽപ്പെട്ടതല്ലേ ഞാനും. ഈ ഈശ്വരനാകുന്ന സമുദ്രത്തിൽ ഉണ്ടായിട്ടുള്ള അനേക തരംഗങ്ങളാണ് ഈ ലോകത്തിലുള്ള സകല ജീവജാലങ്ങളും എങ്കിൽ ഞാനും ഒരു തരംഗമല്ലേ. ഈ തരംഗം ഏത് സമുദ്രത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്? ഈശ്വരനാകുന്ന സമുദ്രത്തെ അല്ലേ. നിങ്ങൾ ഓരോരുത്തരുമോ ഈശ്വരനാകുന്ന അതേ സമുദ്രത്തിലുണ്ടായിട്ടുള്ള വിവിധ തരംഗങ്ങളാണ്. അപ്പൊ നമ്മളെ തരംഗങ്ങൾ തമ്മിൽ മത്സരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? കാരണം ഒരേ സമുദ്രത്തിലെ ജലം തന്നെയാണ്, ഒരേ ജലം തന്നെയാണ് നമ്മളൊക്കെ, ഒരേ ചൈതന്യം തന്നെയാണ്, ഒന്നിൽ നിന്നുണ്ടായവരാണ് നമ്മളെല്ലാവരും. അപ്പൊ ഈ ഒരു ദർശനം നമുക്ക് ഉറച്ചു കിട്ടിയാൽ നമുക്ക് പരസ്പരം സ്നേഹിക്കാനല്ലാതെ വെറുക്കാനാവുമോ? ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ താതാത്മ്യം ഏതുവരെയുണ്ട്? അവനവന്റെ ശരീരപരിധിക്കുള്ളിലാണ് അല്ലേ. നമ്മുടെ ത്വക്ക് എവിടെ അവസാനിക്കുന്നുവോ അതുവരേക്കുള്ളൂ നമുക്ക് എന്ത് താതാത്മ്യം? ഞാൻ എന്നതായിട്ടുള്ള ഭാവം അല്ലേ. അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ വ്യാപിച്ചിരിക്കുന്നില്ല. ഇപ്പൊ ഇവിടെ ഞാനുണ്ടോ?
ഈ ഗ്യാപ്പുകളിലൊക്കെ ഞാനുണ്ടോ? ഇല്ല. ഞാൻ എവിടെ അവസാനിക്കുന്നു? ഇതോടുകൂടി എന്റെ അപ്പൊ ഈ എപ്പിഡെർമിസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിനെ മൊത്തം പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കവർ, അതാണ് നമ്മുടെ ത്വക്ക്. അതിന്റെ ഉള്ളിലാണ് നമ്മളിപ്പോ ഞാനെന്ന് അഭിമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമാണ് ഞാൻ, ഇതിന്റെ അകത്ത് ഒതുങ്ങിയിരിക്കുന്നതാണ് ഞാൻ എന്ന് കരുതിയിരിക്കുകയാണ്. ആ ഒരു ഇതിന് എല്ലാറ്റിനോടും എനിക്ക് താതാത്മ്യമുള്ളത് കൊണ്ട് എനിക്ക് എന്റെ ശിരസിനെ, എന്റെ പാദത്തെ, എന്റെ കയ്യിനെ, എന്റെ എല്ലാ വിരലുകളെ, എന്റെ എല്ലാ അവയവങ്ങളെയും ഒരുപോലെ കാണാൻ കഴിയുന്നു. എല്ലാം എന്റേതാണ്, എല്ലാം ഞാനാണ്, എനിക്കെല്ലാം പ്രിയപ്പെട്ടതാണ്. എവിടെ തൊട്ടാലും എന്നെയാണ് തൊടുന്നത്, എവിടെ വേദനിച്ചാലും എനിക്കാണ് വേദനിക്കുന്നത്, അല്ലേ? എനിക്ക് എന്റെ കയ്യോ കാലോ ഭാരമാണോ? എന്റെ ശിരസ് എനിക്ക് ഭാരമാണോ? അയ്യോ, ഞാൻ എത്ര കാലമായി ചുമന്നോട്ട് നടക്കണു, ഇടയ്ക്കൊന്ന് താഴെ ആരെങ്കിലും പറയാറുണ്ടോ? നമ്മുടെ ശരീരത്തിൽ അകത്തുള്ള ആന്തരിക അവയവങ്ങൾ ഏതെങ്കിലും നമുക്ക് ഭാരമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വിവരം അറിയാം, അല്ലെ? ഏതെങ്കിലും ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെച്ചാൽ അറിയാം വിവരം. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള നഖശിഖാന്തം എന്ന് പറയും പോലെ നമ്മുടെ തലമുടിയുടെ അറ്റം വരയ്ക്കും നമ്മുടെ നഖാന്തം വരയ്ക്കും നമ്മൾ വ്യാപിച്ചിരിക്കണു. അതൊന്നും നമുക്ക് ഭാരമല്ല, അതിനോടൊന്നും നമുക്ക് ഭേദഭാവന ഇല്ല, അതിനോടൊക്കെ നമുക്ക് ഒരേ സ്നേഹമാണ്. ഇതേ ഭാവം വരും ഈ വിശ്വമാകുന്ന ശരീരമാണ് എന്റെ യഥാർത്ഥ ശരീരം എന്നറിയുമ്പോൾ. ഞാൻ ചൈതന്യമാണെന്ന് അറിയുമ്പോൾ മാത്രമേ ഈ വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്, ഈ വിശ്വരൂപമായിരിക്കുന്നത് ഞാനാണെന്ന് അറിയുക. അപ്പൊ അതിനുള്ള ഉപാസനയാണ് വിരാട് പുരുഷ ഉപാസന, പുരുഷ സൂക്ത ഉപാസന. ആ പുരുഷ സൂക്തം നമ്മളെ ആ വിരാട് പുരുഷൻ ആരാണ്, വിരാട് പുരുഷന്റെ തത്വം എന്താണ്, നമ്മളും വിരാട് പുരുഷനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ഉറപ്പിച്ചു തരികയാണ്. അപ്പൊ നമ്മുടെ ഇപ്പോഴുള്ള ഈ ഇൻഡിവിജ്വാലിറ്റിയിൽ നിന്ന് നമ്മൾ വികസിച്ച് ടോട്ടാലിറ്റിയുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ, ഇൻഡിവിജ്വാലിറ്റി ടു ടോട്ടാലിറ്റി, നമ്മുടെ ഈ ഒരു ശരീര വ്യക്തിത്വത്തിൽ നിന്ന് ഇപ്പോ ആനന്ദ ചിന്മയഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമത് തോന്നായിക വേണമിഹ എന്ന് പ്രാർത്ഥിച്ചു. ഇപ്പൊ നമുക്ക് ഞാനെന്ന ഭാവം എവിടെ തോന്നുന്നത്? ഇഹ ഞാനെന്ന ഭാവമാണ് ഇപ്പോൾ ഉള്ളത്. അത് തോന്നായിക വേണം എന്നാണ് പറയുന്നത്. അത് പോരാ, അതാണ് എന്റെ ദുഃഖ കാരണം. ഈ ശരീരത്തിലുള്ള ഞാനെന്ന ഭാവമാണ് എന്റെ ദുഃഖ കാരണം. അതുകൊണ്ട് ആ ഞാനെന്ന ഭാവം തോന്നുന്നുണ്ടെങ്കിൽ, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമഃ. അഖിലവും ഒന്നും ബാക്കി വെക്കാതെ സർവവും ഞാൻ തന്നെയാണെന്നുള്ളതായിട്ടുള്ള ബോധമാണ് എനിക്ക് നൽകേണ്ടത്. എനിക്ക് എല്ലാറ്റിനെയും ഒന്നായി കാണാൻ, ഞാൻ തന്നെയായി കാണാൻ ഉള്ള അനുഗ്രഹം നൽകിയാലും അതിന് നമ്മളിത് നിരന്തരം ഭാവന ചെയ്യണം. അല്ലാതെ ആകാശത്തു നിന്ന് പൊട്ടി വീഴില്ല ഈ ഒരു ബോധം. ഇത് നമ്മൾ അതിനെ വേണ്ട രീതിയിൽ വിചാരം ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ് എന്നർത്ഥം. അതിന് അറിവ് വേണ്ടേ? അറിവുണ്ടെങ്കിലല്ലേ വിചാരം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ അറിവ് നൽകുന്നതാണ് ഈ പുരുഷ സൂക്തം. അതിലെ ഓരോ മന്ത്രങ്ങളും നമ്മൾക്ക് കൂടുതൽ അതിന്റെ എന്താണ് ഈ ആദ്യം പറഞ്ഞതായിട്ടുള്ള പുരുഷ ഏവ ഇതകം സർവം യദ്ഭൂതം യച്ഛഭവ്യം എന്ന് പറഞ്ഞല്ലോ, അതിനെ ശരിക്കൊന്ന് വ്യാഖ്യാനിച്ചു തീർന്ന് പിന്നെ വരുന്നതായിട്ടുള്ള മന്ത്രങ്ങളൊക്കെ. വെറുതെ ഒരു പ്രസ്താവന പറഞ്ഞ് സ്ഥലം വിടുകയല്ല ചെയ്യുന്ന നമ്മുടെ ഋഷിമാര്. ഈ വിശ്വം മുഴുവൻ ഒരേ ഒരു തത്വമാണ്. ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ വിശ്വം. ഈശ്വരൻ തന്നെയാണ് ഈ വിശ്വം. നിങ്ങൾ ആ ഈശ്വരനിൽ നിന്ന് ഭിന്നനല്ല എന്ന് വെറുതെ പറഞ്ഞാൽ മതിയോ? നമുക്ക് വിശ്വാസമാവോ? നമുക്ക് ബോധ്യമാവോ? അപ്പോ അതിനാണ് എന്തു പറയുന്നത്, നമ്മൾ കാണുന്ന ഈ വിശ്വത്തെ കുറിച്ചിട്ടുള്ള ഒരു വിശകലനം, അതിന്റെ ഒരു സൃഷ്ടിക്രമത്തെ കുറിച്ച് പറയുന്നത്, എങ്ങനെയൊക്കെയാണ് ഈ രൂപത്തിലായി തീർന്നത്. അപ്പൊ അതിന്റെ സോഴ്സ് നമ്മൾ അറിഞ്ഞ് ആ സോഴ്സ് എങ്ങനെയാണ് ഇപ്പൊ കാണുന്നതായിട്ടുള്ള ഈ രൂപമായി തീർന്നത്. ഇപ്പൊ നമ്മൾ കാണുന്നതിനെ കാര്യം എന്ന് പറയും, അല്ലെ? നമ്മൾ കാണുന്നത് കാര്യമാണ്, ഇഫക്റ്റ് ആണ്. അപ്പൊ ഇതിലൊരു കോസ് ഉണ്ട്. ആ കോസ് എങ്ങനെ ഈ ഇഫക്റ്റിന്റെ ഭാവത്തിൽ പ്രകാശിച്ചിരിക്കുന്നു. എങ്ങനെയാണ് നിങ്ങൾ ഒരു കഷ്ണം സ്വർണം ഒരു ഗോൾഡ് സ്മിത്തിനെ ഏൽപ്പിച്ചാൽ, ഒരു അല്ലെ 10 ഗ്രാമോ 20 ഗ്രാമോ ഉള്ളതായിട്ട് ഒരു സ്വർണത്തിന്റെ കട്ടിയോ ബിസ്ക്കറ്റോ ഒരു ഗോൾഡ് സ്മിത്തിനെ ഏൽപ്പിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ അയാള് അതിനെ കൊണ്ട് നല്ല ഒരു മാലയോ നെക്ലേസോ ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു.
അപ്പൊ അത് എവിടുന്നാ ഉണ്ടായത്? നിങ്ങൾ കൊടുത്ത ആ സ്വർണത്തിൽ നിന്നാണ്. ആ സ്വർണം തന്നെയാണ് ഈ ഇതായി. അപ്പൊ നിങ്ങൾ സ്വർണം കൊടുക്കുമ്പോൾ തൂക്കം നോക്കി, തിരിച്ചു മേടിക്കുമ്പോഴും എന്ത് നോക്കണു? തൂക്കം നോക്കണു. ഞാൻ കൊടുത്ത അതേ സ്വർണം അതേ തൂക്കം ഈ മാലയിലുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തത് മുഴുവൻ ഇപ്പൊ ഇവിടെയുണ്ട്. എനിക്ക് ഇനി വേറെ ഞാൻ തന്ന സ്വർണം തരുമെന്ന് പറയാൻ അവകാശമുണ്ടോ? അത് തന്നെയാണ് ഇത്, അല്ലേ? നിങ്ങൾ കൊടുത്ത സ്വർണം തന്നെയാണ് ഈ ആഭരണമായി തന്നിരിക്കുന്നത്. എന്നതുപോലെ ഇതിന്റെ എല്ലാം സോഴ്സ് ആ ചൈതന്യം, ബ്രഹ്മം, പരമാത്മാ, പരമേശ്വരൻ എന്നൊക്കെ പറയുന്ന ആ ഭഗവാൻ എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ആ സത്യം തന്നെയാണ് ഈ കാണുന്നതായിട്ട് എല്ലാമായി തീരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്രമം വേദങ്ങളിലൊക്കെ പല രീതിയിൽ നമുക്ക് അവതരിപ്പിച്ചിരുന്നു. നമ്മുടെ ബുദ്ധിക്ക് കൺവിൻസിങ് ആവാൻ വേണ്ടിയിട്ട്. നമുക്ക് ഗ്രഹിച്ചാൽ മാത്രമേ അത് വിശ്വാസം, ബോധ്യം വരുള്ളൂ എന്നർത്ഥം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് സൃഷ്ടിക്രമങ്ങളൊക്കെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളെ ഈ ഇൻഡിവിജ്വാലിറ്റിയിൽ നിന്ന്, അഥവാ നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ ആ അഹങ്കാരത്തിൽ നിന്ന്, അഭിമാനത്തിൽ നിന്ന് നമ്മളെ വികസിപ്പിച്ച് ടോട്ടാലിറ്റിയിലേക്ക് വികസിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ ടോട്ടാലിറ്റിയാണോ നമ്മള്? അത് മാത്രമാണോ? അല്ല. ഇതിലും അപ്പുറത്ത് ഒരുപാട് എന്താ പറയുക, അനന്തമായിട്ടുള്ള വ്യാപ്തിയുള്ളതാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം. അപ്പൊ അതാണ് റിയാലിറ്റി. അത് റിയാലിറ്റി, അതാണ് അബ്സല്യൂട്ട് റിയാലിറ്റി. അപ്പൊ നമ്മളെ ഇൻഡിവിജ്വാലിറ്റി ടു ടോട്ടാലിറ്റി, ടോട്ടാലിറ്റി ടു റിയാലിറ്റി, അങ്ങനെ പടി ആയിട്ട് ഒന്നാമത്തെ പടിയാണ് ടോട്ടാലിറ്റി. അത് കഴിഞ്ഞിട്ടുള്ള വലിയ പടിയാണ്, അല്ലെങ്കിൽ വലിയ തലമാണ് റിയാലിറ്റി. ആ റിയാലിറ്റിയിലേക്ക് നമ്മളെ ഉയർത്തുകയാണ് ഈ ഉപാസന, ഈ പുരുഷ സൂക്തത്തിന്റെ മനനം നമ്മൾക്ക് സാധിക്കുന്നത്. അപ്പോ ഈ ഒരു വിചാരത്തോടുകൂടെ നമുക്ക് ഇതിലേക്ക് പ്രവേശിക്കാം. ഇനി ഏതെങ്കിലും ഒരു പ്രത്യേക മന്ത്രം മനസ്സിലായില്ലെങ്കിൽ കൂടി ആശയം മനസ്സിലായാൽ മതി. എന്താണ് പുരുഷ സൂക്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതിൽ ഓരോന്നിലും പറഞ്ഞിരിക്കുന്ന മന്ത്രത്തിന്റെ താല്പര്യം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്പൊ മന്ത്രം ഈസി ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. മന്ത്രത്തിന്റെ വാക്കുകളുടെ അർത്ഥം പിടികിട്ടി കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും, ഉൾക്കൊള്ളാനും കഴിയും. അപ്പൊ ഈ ഓരോ പ്രാവശ്യം പുരുഷ സൂക്തം ചൊല്ലുമ്പോഴും ഈ ഒരു ബോധത്തോടെ നമുക്കത് ചൊല്ലാം. അങ്ങനെ ചൊല്ലി 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 ഈ ബോധം നമ്മുടെ ഉള്ളില്, ഈ പുരുഷ സൂക്തം ബൈഹാർട്ടാവുന്നത് പോലെ ആ ബോധവും നമ്മുടെ ഉള്ളില് ഉറയ്ക്കും. അപ്പൊ നമുക്ക് എവിടെ നോക്കിയാലും ആ ഈശ്വര ചൈതന്യം തന്നെ എന്ന് കാണാറാവും. ആരോടും നമുക്ക് യാതൊരു തരത്തിലുള്ള ശത്രുതയോ മത്സരമോ ഒരു തരത്തിലുള്ള ദ്വേഷമോ ഭേദഭാവനയോ ഇല്ലാതെയാവും. ഈ ഒരു പുരുഷ സൂക്തം ലോകത്തിലുള്ള എല്ലാവരും വേണ്ട പോലെ ഉൾക്കൊണ്ടാലോ ഈ ലോകം യാതൊരു തര വിഭാഗീയതകളും ഇല്ലാത്ത സുന്ദരമായിട്ടുള്ള, അല്ലെ, വൈകുണ്ഠം ഇവിടെ തന്നെ. സ്വർഗം എന്ന് പറഞ്ഞപ്പോൾ അതിനും അപ്പുറത്തുള്ള വൈകുണ്ഠം ഇവിടെ തന്നെ എന്ന് പറയും. എല്ലാ കുണ്ഠതകളും ഒഴിഞ്ഞ സ്ഥാനമാണ്, എല്ലാ ദുഃഖങ്ങളും ഒഴിഞ്ഞ ആനന്ദത്തിന്റെ ലോകമാണ് വൈകുണ്ഠം. അപ്പൊ അത് ഇവിടെ തന്നെ എന്ന് പറയാം. അപ്പൊ നമ്മള് ആദ്യത്തെ 2 മന്ത്രങ്ങള് സാമാന്യം കണ്ടു, അല്ലെ? ഓം സഹസ്രശീർഷാ പുരുഷഃ സഹസ്രാക്ഷഃ സഹസ്രപാദ് സ ഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദശാങ്കുലം. ഈ കാണുന്ന എല്ലാ ശിരസ്സുകളും, എല്ലാ കണ്ണുകളും, അല്ലെങ്കിൽ എല്ലാ ഇന്ദ്രിയങ്ങളും, എല്ലാ പാദങ്ങളും ആ പുരുഷന്റേതാണ്, ആ വിരാട് പുരുഷന്റേതാണ്. എന്റേതും നിങ്ങളുടേതും അടക്കം നമ്മൾ ഓരോരുത്തരും ആ വിരാട് പുരുഷ ശരീരത്തിലെ അവയവങ്ങളാണ്. എങ്ങനെയാണോ നമ്മുടെ ശരീരത്തില് അനേക കോശങ്ങളുണ്ട്, അല്ലേ? ഇതൊരു ലോകമാണ്. അതിലുള്ള ഓരോ കോശങ്ങളോടും ചോദിച്ചാൽ അതിന് ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അത് ഓരോന്നും തനിത്തനിയെ വ്യക്തിത്വമുള്ള, അഭിമാനമുള്ള ഓരോ ജീവഭാവം അതിനുണ്ടാവും. അതിനോട് സൂക്ഷ്മമായിട്ട് നമുക്ക് സംവദിക്കാൻ പറ്റിയാൽ, ഓരോ കോശത്തിനോട് ചോദിച്ചാൽ ആ കോശം അതിന് പേരിട്ടിട്ടുണ്ടാവും, അതിന് പ്രത്യേകമായിട്ടുള്ള റോളുകൾ ഉണ്ടാവും. അത് എങ്ങനെയാണ് ചുറ്റുപാടുള്ള കോശങ്ങളുമായിട്ട് അത് റിലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതുണ്ടാവും. ഇപ്പൊ നമ്മുടെ ശരീരം എന്താണ്? അനേക കോശങ്ങളെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്, അനേക കോശങ്ങളുടെ സംഘാതമാണ്. ഇതുപോലെ ഈ പ്രപഞ്ചം ഒരു ശരീരം, ആ പ്രപഞ്ച ശരീരത്തിലെ ഓരോ കോശങ്ങളാണ്
ഞാനും നിങ്ങളും സകല ചരാചരങ്ങളും. നമ്മൾക്കൊക്കെ ഓരോ റോളുണ്ട്. ഇപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ സ്ഥാനത്തുള്ള കോശങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേക ഡ്യൂട്ടികളാണ്, പ്രത്യേക റോളുകളാണ്. ഇപ്പൊ നമ്മുടെ എന്താ പറയുക, ഈ ഉള്ളം കൈയിലെ കോശങ്ങൾ പോലെ ആയിരിക്കില്ല പുറം കൈയിലെ കോശങ്ങൾ. നഖത്തിലെ കോശങ്ങൾ വ്യത്യസ്തമായിരിക്കും, നമ്മുടെ തലമുടിയിലെ കോശങ്ങൾ വ്യത്യസ്തമായിരിക്കും, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയുടെ കോശങ്ങൾ വേറെ, അതിലെ വെള്ള ഭാഗത്തുള്ള കോശങ്ങൾ വേറെ, കൺപീലികളിലെ കോശങ്ങൾ വേറെ, അല്ലെ? അങ്ങനെ ഓരോ അവയവങ്ങളും എടുത്തു നോക്കിയാല്, ആന്തരിക അവയവങ്ങൾ എടുത്താല്, ത്വക്കെടുത്താല്, ചർമ്മം എടുത്താല്, സപ്തധാതുക്കളെ എടുത്താല്, ഓരോ ധാതുക്കളുടെയും ആ ഒരു കൺസ്ട്രക്ഷൻ വ്യത്യസ്തമാണ്. ഇതൊന്നുകൊണ്ട് അതിലെ കോശത്തിന്റെ സ്വഭാവം വ്യത്യസ്തമായിരിക്കുന്നതുകൊണ്ട് ആ ഓരോ കോശത്തിനും അതാതിൻ്റെതായിട്ട് ഡ്യൂട്ടിയും ഐഡന്റിറ്റിയും ഉണ്ട്. അതുപോലെയാണ് ഈ പ്രപഞ്ച ശരീരത്തില് നമ്മൾ ഓരോരുത്തരും ചേർന്നിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഡ്യൂട്ടി മര്യാദയ്ക്ക് നിർവഹിച്ചാലോ ഈ ശരീരം, ഈ പ്രപഞ്ച ശരീരം ആരോഗ്യത്തോടു കൂടി ഇരിക്കും. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ നശിച്ച് അത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഇരുന്നാൽ എന്താ അവസ്ഥ? അതിനെന്താ പറയുക? അത് രോഗമാണ്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ തന്നെയാണ്, പക്ഷെ അത് നശിച്ചു, അത് ദുഷിച്ചു, അതിന് രോഗം ബാധിച്ചു. അപ്പൊ അത് ഉടനെ പുറത്ത് കളയണം. അതിന് ശരീരം തന്നെ ഒരു മെക്കാനിസം ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള പ്രതിരോധ ശക്തി. ആ പ്രതിരോധ ശക്തിയിലൂടെ ജീർണിച്ച കോശങ്ങളെയെല്ലാം അത് പുറന്തള്ളും. അത് നിത്യവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ രോഗമൊന്നും വരണ്ട. ഡെയിലി നമ്മുടെ ശരീരത്തിലെ കോശങ്ങള് ജീർണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ വിയർപ്പിലൂടെയും നമ്മുടെ മലത്തിലൂടെയും മൂത്രത്തിലൂടെയും പല രീതിയിൽ പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ എവിടെ പോണു? അല്ലെ? ഇന്നലെ ഞാൻ 100 കിലോ ആയിരുന്നു, ഇന്ന് ഞാൻ 2.5 കിലോ ഭക്ഷണം കഴിച്ചു, നാളെ ഞാൻ 102 കിലോ കാണണ്ടേ? കാണുന്നില്ലല്ലോ. ഞാൻ പിന്നെയും 100 കിലോയേ ഉള്ളൂ. 2.5 കിലോ എവിടെ പോയി? അന്നാള് ഡിസ്പോസ്ഡായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കോശങ്ങൾ പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിന് നമ്മുടെ ശരീരത്തിൽ തന്നെ ആ മെക്കാനിസം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ജീർണിച്ച കോശങ്ങള് നശിച്ചു. അതുപോലെയാണ് ഈ പ്രപഞ്ച ശരീരത്തിൽ ദിവസവും മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കില്ലേ? ദിവസവും ജീവജാലങ്ങളും സസ്യജാലങ്ങളും ഒക്കെ നശിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാലും ഈ ലോകം നിലനിൽക്കുന്നുണ്ട്. എത്ര മരങ്ങൾ വെട്ടിയിട്ടും എത്ര ജീവജാലങ്ങൾ നശിച്ചിട്ടും, അല്ലെ? കടലിലുള്ള മത്സ്യങ്ങളെ നിങ്ങൾ എത്ര പിടിച്ചിട്ടും എത്ര ജന്തുക്കളെ കൊന്നു തിന്നിട്ടും ഇനിയും ബാക്കിയുണ്ട്. എന്താണ്? ഇവിടെ ഈ റീസൈക്ലിംഗ് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ജീർണിച്ചാൽ, ഒരേപോലെ കേടുവന്നു കഴിഞ്ഞാൽ അതിനെയാണ് ക്യാൻസർ എന്നൊക്കെ പറയുക. അത് എന്നിട്ട് പുറന്തള്ളപ്പെടാതിരുന്നാൽ, ഉള്ളിൽ തന്നെ ഇരുന്നാൽ അത് ദോഷമാണ്, നമ്മുടെ ശരീരത്തിന് ദോഷമായിട്ട് തീരും. അപ്പൊ അതുപോലെയാണ് ഈ ലോക ശരീരത്തിലെ ചില ക്യാൻസറുകളുണ്ട്, അല്ലെ? പ്രപഞ്ച ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ആ വ്യക്തികൾ, അതുപോലെയുള്ളതായിട്ടുള്ള ഇതിനെ നശിപ്പിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ അസുരന്മാരെ പോലെയുള്ള ആളുകളാണ്. അവരൊക്കെ ഈ നമ്മുടെ ശരീരത്തിലെ ക്യാൻസറിന് തുല്യമാണ്. അതുകൊണ്ട് എന്ത് വേണം? ആരും അങ്ങനെ ആവാതിരിക്കണം. ആയാൽ എന്താവും? അത് പുറന്തള്ളപ്പെടും, അല്ലെങ്കിൽ ഈ ശരീരം നശിച്ചു പോകും. അപ്പോ ഈ ലോക ശരീരം നിലനിൽക്കണം. അതിന് പേരാണ് ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മത്തിൽ ആണ് ഈ ലോകം നിലനിൽക്കുന്നത്. ബാലൻസ് ചെയ്ത് നിൽക്കണം. അത് നശിക്കാതിരിക്കാനായിക്കൊണ്ട് അതിലുള്ള വ്യക്തികളും അവരവരുടെ സ്ഥാനത്തെ വേണ്ട രീതിയിൽ ഉപയോഗിച്ച് നിലനിൽക്കണം. അവരവരുടെ ധർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ അവര് അവിടുന്ന് ഓപ്പറേറ്റ് ചെയ്ത് പുറന്തള്ളപ്പെടും, അല്ലേ? ഏതെങ്കിലും റേഡിയേഷനിലൂടെയോ കീമോതെറാപ്പിയിലൂടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുറിച്ചു കളഞ്ഞിട്ടോ പുറത്താക്കപ്പെടും. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മൾ മനസ്സിലാക്കണം, ഈ പ്രപഞ്ച ശരീരത്തിൽ ഈ ശരീരം ഒരു എന്താ പറയുക, ഒരു റോള് തന്നിട്ടുണ്ട്. അത് നിർവഹിക്കുക. ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം എനിക്ക് ഈ പ്രപഞ്ച ശരീരത്തിൽ നിലനിന്ന് പോകാം. അല്ല, ഞാൻ ഇതിന്റെ എഗൻസ്റ്റ് ആയിട്ട് പെരുമാറി തുടങ്ങിയാല് ഈ പ്രപഞ്ച ശരീരം സമഷ്ടി എന്നെ പുറന്തള്ളും. ഞാൻ ഔട്ടാവും, എന്നെ ആവശ്യമില്ലാതാവും, ഞാൻ നശിച്ചു പോകും. അപ്പൊ ഇത് മനസ്സിലാക്കി
നമ്മൾ ജീവിക്കണം. അതാണ് ധർമ്മം, ധാർമ്മികമായിട്ടുള്ള ജീവിതം. ഞാനും ഈ പ്രപഞ്ചവും തമ്മിൽ ഭേദമില്ല. ഞാൻ ഈ പ്രപഞ്ചത്തോട് മത്സരിക്കേണ്ടവനല്ല. ഈ പ്രപഞ്ചം മൊത്തത്തിൽ ഞാൻ വിഴുങ്ങാനുള്ളതല്ല, എനിക്ക് ഉപഭോഗത്തിനുള്ളതല്ല. എനിക്കിത് പരസ്പരം സഹായിച്ചുകൊണ്ട് ജീവിക്കാനുള്ളതാണ്. അത് പറയാൻ പോകുന്ന മന്ത്രങ്ങളിൽ ആ യജ്ഞം എന്നുള്ളതായിട്ടുള്ള സങ്കല്പം. അപ്പോ ഈ പുരുഷൻ എല്ലായിടത്തും വ്യാപിച്ച്, ഭൂമിയും വിശ്വത്തോ വൃത്വ, എല്ലാ ലോകങ്ങളിലും വ്യാപിച്ച് അതിനെയും അതിക്രമിച്ച് അത്യതിഷ്ഠ ദശാങ്കുലം. ആ പുരുഷൻ തന്നെയാണ് ഈ കാണുന്ന വർത്തമാനത്തിൽ കാണുന്നതെല്ലാം, മുമ്പുണ്ടായിരുന്നത് എല്ലാം, ഇനി വരാനിരിക്കുന്നതും എല്ലാം. അതാണ് യദ്ഭൂതം യച്ഛ ഭവ്യം. ഇദം സർവം പുരുഷയേവ, ഭൂതം സർവം പുരുഷയേവ, ഭവ്യം സർവം പുരുഷയേവ. ആ പുരുഷയേവ ഇദം സർവം എന്നുള്ളത് പുരുഷയേവ ഭൂതം സർവം പുരുഷയേവ ഭവ്യം സർവം എന്നും കൂടി ചേർത്ത് എടുക്കണം. ആ പുരുഷൻ തന്നെയാണ് മുമ്പുണ്ടായിരുന്നത്, എല്ലാ ഭൂതങ്ങളുമായിട്ട്, എല്ലാ ചരാചരങ്ങളുമായിട്ടുണ്ടായിരുന്നത് ആ പുരുഷൻ തന്നെയാണ്. ഇനി ഭാവിയിൽ എന്തൊക്കെ ഉണ്ടാവാൻ പോകുന്നു അതും ഈ പുരുഷന്റെ തന്നെ വ്യാപ്തിയാണ്. ഇനി ഉത അമൃതത്വസ്യ ഈശാനഃ. മാത്രമല്ല ഈ പുരുഷൻ അമൃതത്വത്തിന്റെ ഈശാനനാണ്. അമൃതത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ യോഗക്ഷേമങ്ങൾ അഥവാ പുരുഷാർത്ഥങ്ങളെ വേണ്ട പോലെ നമുക്ക് നൽകി അനുഗ്രഹിക്കുന്ന ഈശ്വരനാണ്. കർമ്മഫലങ്ങളെ നമുക്ക് വേണ്ട രീതിയിൽ വിഭജനം ചെയ്ത് നമ്മളെ സംരക്ഷിക്കുന്നവനാണ്. ഈ ലോകത്തിന്റെ ഈശാനൻ. ഈശാനൻ എന്ന് പറഞ്ഞാൽ ഈശിക്കുന്നവൻ, അതിനെ നന്നായി ഭരിക്കുന്നവനാണ്. എങ്ങനെയാ ഭരിക്കുന്നത്? ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കനുസരിച്ച് അവന് ക്ഷേമം എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധിയും, ലൗകികമായ ഭൗതികമായ എല്ലാ നന്മകളും, അതോടൊപ്പം തന്നെ അവന് ശ്രേയസ്സും, ആത്യന്തികമായിട്ടുള്ള അവന്റെ മാനസികമായിട്ടുള്ള ആനന്ദവും സ്വാതന്ത്ര്യവും എല്ലാം നൽകി അവനെ സന്തോഷിപ്പിക്കുന്നു. അപ്പോ അത് ചെയ്യുന്നത് ആരാണ്? ഈ നിയാമക ശക്തി. അപ്പൊ ഈ പുരുഷൻ വെറുമൊരു ജഡമായ പ്രപഞ്ചം മാത്രമല്ല, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ശക്തി കൂടി ആണ്. അത് ഇന്റലിജന്റ് ആണ്, അത് ശക്തിയുള്ളതാണ്. എല്ലാറ്റിനെയും വേണ്ട രീതിയിൽ പരിപാലിക്കാനുള്ള സാമർഥ്യം അതില് ഉണ്ട്. അതാണ് ഈശാനഃ എന്നുള്ള ശബ്ദം കൊണ്ട് എല്ലാറ്റിനെയും ഈശിക്കുന്നവൻ, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവൻ, ഓരോരുത്തർക്കും വേണ്ടതായിട്ടുള്ള അമൃതത്വത്തെ നൽകിക്കൊണ്ട്. അമൃതത്വം എന്നുള്ളത് കൊണ്ട് യോഗക്ഷേമങ്ങളെ നമുക്ക് മൊത്തത്തിലെടുക്കാം. നമ്മുടെ അഭ്യുദയവും നിശ്രേയസവും അഥവാ ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ എന്ന് 4 പുരുഷാർത്ഥങ്ങളായി പറയാം. അതിനെയൊക്കെ വിഭാവനം ചെയ്യുന്നത് ആ ശക്തിയാണ്. യത് അന്യേന അതിരോഹതി. ഈ പുരുഷ ശരീരം, ഈ വിരാട് ശരീരം അതെങ്ങനെയാണ് വർദ്ധിച്ചു വരുന്നത്? അതിരോഹണം ചെയ്യാന്നുള്ള വളർന്നു വരിക, വികസിച്ചു വരിക എന്നൊക്കെ അർത്ഥമാണ്. ഒരു വൃക്ഷം എങ്ങനെയാണോ, ഒരു സസ്യമായിരുന്നു ആദ്യം വിത്തിൽ നിന്ന് മുളച്ചപ്പോ, അല്ലെ, ഒരു ചെറിയ ചെടിയായിരുന്നു, അത് പിന്നെ അതിരോഹണം ചെയ്തു വരണം. അതിരോഹണം ചെയ്യുന്നത് മുകളിലേക്ക് കയറി പൊങ്ങി വരിക, ഊർധ്വമായിട്ട് വികസിച്ചു വരിക, വികാസം സംഭവിക്കുക. അതെങ്ങനെയാ സംഭവിക്കുന്നത്? അന്നേന. അന്നം എന്നുള്ളത് കൊണ്ട് ഇവിടെ അധിക്കുന്നതെല്ലാം അന്നം. അദ്യതേ അത്തിച്ച ഭൂതാനി തസ്മാത് അന്നം പ്രചക്ഷതേ. അന്നം എന്നുള്ള ശബ്ദത്തിന് നമ്മൾ എൻജോയ് ചെയ്യുന്നതെല്ലാം അന്നമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല, കാണുന്ന കാഴ്ചകൾ, നമ്മൾ ലോകത്തിൽ നിന്ന് അനുഭവിക്കുന്നത് എല്ലാം തന്നെ അന്നമാണ്, ആഹാരമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ വളർച്ച, ഈ ലോകത്തിന്റെ വളർച്ച, ഈ എന്താ പറയുക, ചരങ്ങളായതെല്ലാം വളർന്നു വരുന്നത്, എല്ലാ ജീവജാലങ്ങളും വളരുന്നത് അന്നം കൊണ്ടാണ്. സസ്യങ്ങൾ അന്നം കൊണ്ട് വളരുന്നു. ആ സസ്യങ്ങളാകുന്ന അന്നങ്ങളെ കൊണ്ട് ജീവജാലങ്ങളൊക്കെ വികസിച്ചു വരുന്നു, വളർന്നു വരുന്നു. അവർക്ക് അന്നം കിട്ടുന്നത് എങ്ങനെയാണ്? ഓരോരുത്തർക്കുള്ള അന്നം ആരാ നിശ്ചയിക്കുന്നത്? എങ്ങനെയാ നിശ്ചയിക്കുന്നത്? അവനവന്റെ കർമ്മബലമാണ്. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള നല്ല കർമ്മബലം ഇല്ലെങ്കിൽ നിങ്ങൾ ദരിദ്രരായി അന്നം കിട്ടാതെ സോമാലിയയിൽ പോയി ജനിക്കും. അപ്പൊ നിങ്ങളിപ്പോ ഇവിടെ നല്ല സമൃദ്ധിയിൽ വന്ന് ജനിച്ചിരിക്കുന്നു എങ്കിൽ, സുഖമായിട്ട് അന്നം ഭുജിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിറയെ
പുണ്യമാകുന്ന ധനം ഉണ്ട്. നിങ്ങൾ മുമ്പ് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ അന്നം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കർമ്മഫലമല്ലേ അന്നം? ഓരോരുത്തരുടെയും കർമ്മഫലമാണ് അവരവരുടെ അന്നം. അന്നം എന്നുള്ളത് കൊണ്ട് വസ്ത്രവും ഗൃഹവും ബാക്കി സൗഭാഗ്യങ്ങളും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നതാണ്. അതൊക്കെ അന്നത്തിന്റെ പട്ടികയിലേക്ക് പെടുത്തണം. ഇവിടെ ഈ മന്ത്രത്തിന്റെ അർത്ഥത്തിൽ നടത്താം. അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും എന്താ പറയുക, നമ്മുടെ കർമ്മഫലമാണ്. അങ്ങനെ കർമ്മഫലം കൊണ്ടാണ് ഈ ലോകം വികസിച്ചു വരുന്നത്. ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കനുസരിച്ച് ഈ ലോകത്തിന് വികാസം ഉണ്ടാവുന്നു. ഇപ്പൊ ഞാൻ നല്ല കുറെ പുണ്യകർമ്മം ചെയ്തു എന്ന് വിചാരിക്കുക, അതിന്റെ ഫലം എനിക്ക് കിട്ടണ്ടേ? അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ എനിക്ക് ഉണ്ടാവും. അതുണ്ടാവാൻ ഈ പ്രപഞ്ചം എന്താ പറയുക, നിയന്ത്രിതമാണ്, നിർബന്ധിതമാണ്. ഞാൻ നിറയെ പുണ്യം ചെയ്താൽ എനിക്ക് പുണ്യത്തിന്റെ ഫലം അവിടെ റെഡിയാക്കണം. നിങ്ങൾ ധാരാളം കൃഷി ചെയ്താൽ കൃഷിയുടെ ഫലം ഉറപ്പല്ലേ? നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നാലോ? ഒരു വിത്തും വിതച്ചില്ലെങ്കിൽ കൊയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് വിതച്ചാൽ കൊയ്യാം. അപ്പൊ ഞാൻ ധാരാളം പുണ്യകർമ്മങ്ങളെ വിതച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് അതിന്റെ ഫലങ്ങൾ കൊയ്യാം. അതെനിക്ക് വേണ്ടി തയ്യാറാവും. അത് എവിടെയാണെങ്കിലും ഞാൻ അനുഭവിച്ചേ പറ്റൂ. അത് തന്നെയാണ് ഇവിടെ അന്നം കൊണ്ടുള്ള അതിരോഹണം. അപ്പം എത്രയോ ആളുകൾ സത്കർമ്മങ്ങൾ ചെയ്തത് കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നതും പോഷിപ്പിക്കപ്പെടുന്നതും. എത്രയോ ആളുകൾ പാപകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് ലോകത്ത് ഒരു ഭാഗത്ത് ക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെ? അവർക്ക് ദുരിതങ്ങൾ അനുഭവിക്കാൻ വേണ്ടി അതിനുള്ള സാഹചര്യങ്ങൾ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഓരോരുത്തരുടെയും കർമ്മഫലങ്ങൾക്കനുസരിച്ച് ഈ ലോകം വികസിക്കുന്നു. അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ എപ്പോഴും എല്ലാവരും നല്ല കർമ്മങ്ങൾ ചെയ്യുക. എങ്കിൽ ഈ ലോകം അഭിവൃദ്ധിയെ പ്രാപിക്കും. അതാണ് ഗീതയിൽ പറഞ്ഞത്, ദേവാൻ ഭാവജതാനേന തേ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യത. നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം പ്രകൃതി ശക്തികളാകുന്ന ദേവതകൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ആ പ്രകൃതി ശക്തികളെ നിങ്ങൾ അങ്ങോട്ടും പോഷിപ്പിക്കണം. അതാണ് നിങ്ങൾക്ക് ലഭിച്ചത് കൊണ്ട് നിങ്ങൾ ദേവന്മാരെ ഭാവിപ്പിക്കൂ. ഭാവിപ്പിക്കൂ എന്ന അഭിവൃദ്ധി പ്രാപിപ്പിക്കൂ, പോഷിപ്പിക്കൂ, അങ്ങോട്ടും കൊടുക്കൂ. പ്രകൃതിക്ക് നമ്മൾ അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. എടുക്കുന്നതിലധികം കൊടുത്തും അനുഭവിക്കുന്നതിൽ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചും ത്യാഗവും സേവനവും കൊണ്ട് ധന്യമായൊരു ജീവിതം നമ്മൾ നയിക്കണം എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞു തരുന്നത്. നമ്മൾക്ക് എടുക്കുന്നതിനേക്കാൾ കൊടുക്കാനുള്ള മനസ്സുണ്ടാവണം, കഴിവുണ്ടാവണം. സാധിക്കൊന്നുമില്ല, നമ്മൾ എടുത്തതിൽ കണക്ക് വെക്കാനൊന്നും പറ്റില്ല. നമുക്കെല്ലാം ഗിവൺ ആണ്. ഈ ലോകത്തിലുള്ള എല്ലാം, നമ്മുടെ ശരീരത്തിന് വേണ്ട അന്നം, വസ്ത്രം, സാഹചര്യങ്ങൾ എല്ലാം ഈശ്വരൻ തന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് നാരായണ ഗുരുദേവൻ വളരെ കൃതജ്ഞതയോടെ പറഞ്ഞത്, അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. നമുക്ക് എന്തെങ്കിലും മുട്ടുണ്ടായിട്ടുണ്ടോ? നമ്മൾ ജനിച്ചപ്പോ തൊട്ട്, ജനിക്കുന്നതിന് മുമ്പേ അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോഴേ നമുക്ക് ആ ഗർഭത്തിൽ കിടന്ന് വളരാനുള്ളതെല്ലാം ഭഗവാൻ തന്നിരുന്നു. അത് കഴിഞ്ഞ് പുറത്തു വന്നതും അമ്മയുടെ സ്തന്യത്തിൽ നിറച്ച് പാല്, അല്ലേ? കുറച്ചു കാലം നമ്മൾ ആ പാല് മാത്രം കുടിച്ചിട്ടാണ് വളർന്നത്. അത് കഴിയുമ്പോഴേക്കും നമുക്ക് വാരി വാരി തരാനായിട്ട് ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ അധ്വാനിച്ചിട്ടാണോ അതൊക്കെ കഴിച്ചത്? എന്തെങ്കിലും ലോകത്തിന് തിരിച്ചു കൊടുത്തോണ്ടിരുന്നു ആ കാലത്തൊക്കെ. അപ്പൊ ഒരു പ്രായം എത്തുന്നത് വരെ, സ്വന്തം കാലിൽ നിൽക്കാറാവുന്നത് വരെ നമ്മള് അഭയാർത്ഥികളാണ്, ഡിപെൻഡൻസ് ആണ്, അല്ലേ? ഇവിടുന്ന് എടുത്തുകൊണ്ടേയിരിക്കുകയാണ് ദിവസവും എന്ന് പറഞ്ഞ പോലെ. പിന്നെ നമ്മള് സ്വന്തം കാലിൽ നിൽക്കാറാവുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ കഴിവുള്ളവരാവുക. എങ്ങനെയാണോ നമ്മുടെ അച്ഛനമ്മമാരുടെ ഡിപെൻഡന്റുകളായിട്ട് കഴിഞ്ഞത്, അത് കഴിഞ്ഞ് നമ്മൾ വളർന്ന് ഉദ്യോഗമായി വരുമാനമൊക്കെ ആയാൽ തിരിച്ച് അച്ഛനമ്മമാർക്ക് കൊടുക്കണം. ആ അച്ഛനമ്മമാർക്ക് കൊടുക്കുന്നത് പോലെ തന്നെ പ്രകൃതിക്കും കൊടുക്കണം. അതിനാണ് ഇവിടെ വ്യവസ്ഥകൾ വെച്ചിരിക്കുന്നത്. ഒരു ഗൃഹസ്ഥനായിരിക്കുന്ന ഒരാൾ എങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കണം എന്നുള്ളത്. അതിന് പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യണം.
ദേവന്മാർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണം, പിതൃക്കൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണം, ഋഷീശ്വരന്മാർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണം, അതിഥികൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണം, അതുപോലെ തന്നെ പ്രകൃതിയിലേക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണം. അതാണ് ദേവയജ്ഞം, പിതൃയജ്ഞം, ബ്രഹ്മയജ്ഞം, അതിഥിയജ്ഞം, ഭൂതയജ്ഞം. ഈ 5 മഹായജ്ഞങ്ങളെ നിത്യവും അനുഷ്ഠിക്കുന്നവനാവണം. യജ്ഞം എന്ന് പറഞ്ഞാൽ ഒക്കെ ഹോമിക്കലല്ല, ഹോമകുണ്ടത്തിൽ ഹോമിക്കുന്നതല്ല അവിടുത്തെ യജ്ഞം. യജ്ഞം എന്ന് പറഞ്ഞാൽ ആ ഭവ്യതയോടുകൂടെ പൂജാഭാവത്തിൽ നമ്മൾ കടം വീട്ടുന്നതിനെയാണ് യജ്ഞം എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് കടപ്പെട്ടവരാണ്, ധാരാളം കടം വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഇത്രയും കാലം കഴിഞ്ഞത്. ആ കടത്തെ തിരിച്ചടയ്ക്കുന്ന അതിന്റെ പേരാണ് യജ്ഞം. അത് എങ്ങനെയൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കണം. അപ്പൊ അങ്ങനെ എടുക്കുന്നതിലധികം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു പേരേ ഉള്ളൂ. എടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നമുക്കില്ല. അനുഭവിക്കുന്നതിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് നമുക്കൊരു സെൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു ദിവസം എത്ര അനുഭവിക്കുന്നോ അതിനേക്കാൾ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് മറ്റുള്ളവർക്കും കൂടി പങ്കിട്ട് കൊടുക്കുക. കാരണം നമ്മൾക്ക് മറ്റുള്ളവർ പങ്കിട്ട് തന്നിട്ടാണ് നമ്മൾ ഇത്രയും ആയത്. ഒരുപാട് പേരുടെ കോൺട്രിബ്യൂഷനാണ് നമ്മുടെ ജീവിതം. ഇപ്പോഴും നമ്മൾ അധ്വാനിക്കുമ്പോഴും മറ്റുള്ളവരുടെ കോൺട്രിബ്യൂഷൻ, നമ്മൾ അവരുടെ വിഹിതം നമ്മൾ സ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്കല്ല, അതുകൊണ്ട് താന്തോന്നിയാവരുത്. നിങ്ങളെല്ലാവരും, ഈ ലോകത്തിലെല്ലാവരും ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്, ഇന്റർ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ആ ഒരു ഭാവത്തോടുകൂടി മറ്റുള്ളവർക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന പോലെയുള്ള സഹായങ്ങൾ ചെയ്യണം. ഇതാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോ യദന്യേന അതിരോഹതി. അതിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കാം, വിസ്തരിക്കാം. അടുത്ത മന്ത്രത്തിലേക്ക് കിടക്കാം. കാരണം അത്രയും ഗഹനമാണ് ഈ മന്ത്രങ്ങളെ. ഇതെല്ലാം മെഡിറ്റേറ്റ് ചെയ്യാനുള്ളതാണ്. ഓരോരുത്തർക്കും ഇപ്പൊ ഞാനിവിടെ ക്ലൂ തരുന്നേ ഉള്ളൂ. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾ ചെന്ന് പഠിച്ചിട്ടുള്ള ശാസ്ത്രങ്ങളുടെയൊക്കെ വെളിച്ചത്തില്, കാരണം സർവ്വവേദങ്ങളുടെയും സാരമാണ് ഈ പുരുഷ സൂക്തം. അപ്പൊ ഇതിനെ വീണ്ടും വീണ്ടും മനനം ചെയ്താൽ ഒരുപാട് ആശയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, തീരില്ല എന്നർത്ഥം. ഓരോ മന്ത്രങ്ങളും എടുത്താൽ ഒരു നവരാത്രി മുഴുവൻ പറയാനുണ്ട്. ഏതാവാനസ്യ മഹിമാ അഥോജ്യായാംശ്ച പൂരുഷഃ പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി. അപ്പൊ ഇവിടെ ഏതാവാൻ അസ്യ മഹിമ. ഏതാവാൻ എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ്. ഏതാവത് എന്നുള്ള ശബ്ദമാണ്, അത് പുല്ലിംഗത്തിൽ പറഞ്ഞു. മഹിമ എന്നുള്ളത് മഹിമൻ ശബ്ദമാണ്, പുല്ലിംഗ ശബ്ദമാണ്. അപ്പൊ ഏതാവാൻ അസ്യ മഹിമ, ഇത്രയുമാണ് അവന്റെ മഹിമ. ഇത്രയും എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് ഈ പ്രപഞ്ചം, ഈ പുരുഷയേവ ഇതം സർവം യദ്ഭൂതം യക്ഷഭവ്യം എന്ന് പറഞ്ഞില്ലേ. അതുപോലെ തന്നെ അമൃതത്വ ഈശാനഹ എന്ന് പറഞ്ഞില്ലേ. അതൊക്കെ അവന്റെ മഹിമയാണ്. അവൻ ഈ പ്രപഞ്ചത്തെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നു, നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ഈ പ്രപഞ്ചമായി വ്യാപിച്ചിരിക്കുന്നതും അതിനെ നിയന്ത്രിക്കുന്നതും അതിനെ പോഷിപ്പിക്കുന്നതും അതാണ് യദന്യേന അതിരോഹതി എന്ന് പറയുന്നത്. പോഷണത്തെ കുറിച്ചാണ്. അതിനെന്നും ഒരേ അവസ്ഥയല്ല, അത് വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോരുത്തരുടെയും കർമ്മത്തിനനുസരിച്ച് ഈ ലോകം വളർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോ അങ്ങനെ ഇതിന്റെ മുഴുവൻ അസ്തിത്വമായിരിക്കുന്നവനും ഇതിൽ മുഴുവൻ വ്യാപിച്ച് ഇതിനെ നിയന്ത്രിക്കുന്ന ചൈതന്യ ശക്തിയായിരിക്കുന്നവനും ഈശ്വരനായിരിക്കുന്നവനും ഇതിനെ പോഷിപ്പിക്കുന്നതായിട്ടുള്ള ശക്തിയായിരിക്കുന്നതും ഇതിനെ സന്തോഷിപ്പിക്കുന്ന, അല്ലെ, പോഷിപ്പിക്കുന്നതിലൂടെ സന്തോഷിപ്പിക്കുന്ന, ആനന്ദിപ്പിക്കുന്ന ആ ആനന്ദ സ്വരൂപനായിരിക്കുന്നതും. അപ്പൊ എന്താ ഈ സത്ത് ചിത്ത് ആനന്ദം, അതിന്റെ തന്നെ വ്യാപ്തിയാണ് ഈ പ്രപഞ്ചം. എങ്ങനെയൊക്കെ ആയിട്ട് സച്ചിദാനന്ദം എന്നുള്ള ഈശ്വരന്റെ ബ്രഹ്മത്തിന്റെ 3 ഭാവങ്ങളാണ് ഈ പ്രപഞ്ചത്തിന്റെ അസ്ഥി, ഭാതി, പ്രിയം എന്ന് 3ആയിട്ട് പ്രകടമാകുന്നത്. അസ്ഥി എന്ന് പറഞ്ഞാൽ ഉണ്ട്. എന്തുണ്ട്? ഈ പ്രപഞ്ചം ഉണ്ടല്ലോ. ഉണ്ടെങ്കിൽ അതിന്റെ അസ്തിത്വം എവിടുന്നാണ്?
ആരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ഈ വസ്ത്രം അസ്ഥി. എന്താ അതിന്റെ അസ്തിത്വം? നൂല് അല്ലെ? ഈ മൈക്ക് അസ്ഥി. എന്താണ് ഇതിന്റെ അസ്തിത്വം? ഇതിന്റെ കോമ്പണൻസ്, ഇതിന്റെ മെറ്റീരിയൽസ്. അതുപോലെ ഈ പ്രപഞ്ചം ഉണ്ട്. അപ്പൊ എന്താണ് അതിന് കാരണം? അതിന്റെ ഏതിൽ നിന്നാണോ ഇതെല്ലാം ഉണ്ടായത് അതാണ് അതിന്റെ അസ്തിത്വം. സ്വർണത്തിൽ നിന്ന് ആഭരണങ്ങൾ ഉണ്ടായാൽ ആഭരണങ്ങളുടെയൊക്കെ അസ്തിത്വം സ്വർണത്തിലാണ്, അല്ലേ? മൺപാത്രങ്ങള് മണ്ണിലാണ് അസ്തിത്വം എന്നതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ അസ്തിത്വം ആരിലാണ്? ആ ചൈതന്യത്തിലാണ്. ഏതൊരു ചൈതന്യത്തിൽ നിന്നാണോ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത്? ഭാതി എന്ന് പറഞ്ഞാൽ അത് പ്രകാശിക്കുന്നു, അത് ചൈതന്യമുള്ളതായിരിക്കുന്നു, അത് ആക്റ്റീവായിരിക്കുന്നു എന്നൊക്കെ അർത്ഥം. അത് ചൈതന്യമുള്ളത്. ആ ചൈതന്യം സത്തെന്നുള്ള ചിത്താണ് ഈ പ്രപഞ്ചത്തിന്റെ ചൈതന്യം എന്ന് പറയും. അതിന് ചലിക്കാനും പരിണമിക്കാനും ഒക്കെ ഉള്ളതായിട്ട് സാമർഥ്യം. അതുപോലെ ആനന്ദം, അനന്തം തന്നെയാണ് ആനന്ദം. സുഖം നൽകുന്നത്, പ്രിയം നൽകുന്നത്. അപ്പൊ അസ്ഥി, ബാധി, പ്രിയം. ഈ പ്രപഞ്ചത്തിന് പ്രിയം നൽകാൻ കഴിവും ഉണ്ട്. ഈ ലോകത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സുഖം നൽകാനുള്ള, അഥവാ ആവശ്യത്തിന് ഇപ്പൊ വിശക്കുമ്പോ ഭക്ഷണം കിട്ടുമ്പോ നമുക്ക് സുഖം തന്നെയല്ലേ? ദാഹിക്കുമ്പോ വെള്ളം കിട്ടുമ്പോ സുഖം തന്നെയല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് പ്രിയത്തെ ചെയ്യുന്ന ആ ശക്തിയും ഈശ്വരന്റെ ശക്തി തന്നെയാണ്. ഇത് അവന്റെ മഹിമയാണ്. ഏതാവാൻ അസ്യ മഹിമ, അസ്യ പുരുഷസ്യ മഹിമ, മഹിമാനം, മാഹാത്മ്യം. ഇത് അവന്റെ മാഹാത്മ്യമാണ്. ഈ കാണുന്നതെല്ലാം അവന്റെ മാനിഫെസ്റ്റേഷനാണ്, അവന്റെ ശക്തിയാണ്, അവന്റെ മാഹാത്മ്യമാണ്. ഏതാവാൻ അസ്യ മഹിമ അതോ ജ്യായാശ്ച പുരുഷ. എന്നാൽ ആ പുരുഷൻ, ആ ശക്തി ഈശ്വരൻ, അതോ ജ്യായാൻ, അതോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതിൽ എല്ലാറ്റിലും വെച്ച്, ഈ കാണുന്നതിൽ നിന്ന് എല്ലാറ്റിലും വെച്ച് ജ്യായാൻ. ജ്യായാൻ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠ എന്നർത്ഥമാണ്. ജ്യായ ശബ്ദം ജ്യേഷ്ഠ അർത്ഥത്തിലാണ്. ജായാൻ എന്നുള്ളതിന്റെ ഒന്നുകൂടെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ജ്യേഷ്ഠ. ജായാൻ എന്നുള്ളത് കമ്പാരറ്റീവ് ഡിഗ്രിയാണ്. ജായ ഏകവത്വം, മറ്റേ എന്താ പറയുക, പോസിറ്റീവ് ഡിഗ്രി. ജായ കമ്പാരറ്റീവ് ഡിഗ്രിയാണ് ജായാൻ. സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ജ്യേഷ്ഠ. അപ്പൊ ഇവിടെ ജായാൻ എന്ന് പറയുമ്പോ ഒരു കമ്പാരിസണിൽ പറയണം, ഇതിനേക്കാൾ ബെറ്റർ ആണ് അത്. നമ്മൾ ബെറ്റർ എന്ന് പറയുന്നത് കമ്പാരിസൺ ആണ്, അല്ലെ? ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാലോ അതിനോട് കമ്പാരിസൺ ഇല്ല. അപ്പൊ ജായാൻ എന്നുള്ളത് മധ്യ ആ ഒരു കമ്പാരറ്റീവ് ഡിഗ്രിയാണ്. അതുകൊണ്ട് ഈ കാണുന്നതിനേക്കാൾ അവൻ വലിയവനാണ് ജായാൻ എന്ന് പറയുമ്പോഴോ, ഈ കാണുന്നതേ അനന്തം, ഈ പ്രപഞ്ചമേ നമുക്ക് അളക്കാൻ പറ്റാത്തതാണ്, ഊഹിക്കാൻ പറ്റാത്തതാണ്. അതിനേക്കാൾ വലിയവനാണ്, അതിനേക്കാൾ വലിയവൻ എന്നുള്ള അർത്ഥത്തില് അതിന്റെ വലുപ്പത്തെ കുറിച്ച് നമുക്കൊന്ന് ഭാവന ചെയ്യാൻ വേണ്ടി ഈ കാണുന്നതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് അവന്റെ യഥാർത്ഥ മഹിമ. അതോ ജ്യായാംശ്ച പൂരുഷ പാദോസ്യ വിശ്വാഭൂതാനി. അസ്യ പാദഃ വിശ്വാഭൂതാനി. അസ്യ അവന്റെ, ആ പുരുഷന്റെ പാദഃ എന്ന് പറയുമ്പോ പാദശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാലിലൊന്ന് എന്ന അർത്ഥത്തിലാണ്. പാദം, അർദ്ധം, ത്രിപാദ്, പൂർണ്ണം. പാദം എന്ന് പറഞ്ഞാൽ കാല്, അർദ്ധം എന്ന് പറഞ്ഞാൽ പകുതി, ത്രിപാദം എന്ന് പറഞ്ഞാൽ മുക്കാല്, മറ്റത് ഫുൾ, പൂർണ്ണം. അപ്പൊ പാദഹ എന്നുള്ള ശബ്ദത്തിന് നാലിലൊന്ന് എന്നർത്ഥം. ഇവിടെ നാലിലൊന്ന് എന്ന് പറഞ്ഞാൽ കൃത്യം 25% എന്നുള്ള അർത്ഥത്തിലല്ല, ചെറിയൊരു ശതമാനം എന്ന് പറയാനാണ്. നമ്മൾ സാധാരണ പറയാറില്ലേ, ഏതെങ്കിലും കാണുമ്പോ ഓ അതിന്റെ നാലിലൊന്ന് വരില്ല, ഇത് നമ്മൾ കൃത്യം അളന്നു നോക്കിയിട്ടാ പറയണത്, അല്ല, ഒരു സാമാന്യമായിട്ട് പറയണം. അപ്പോ ആ വിരാട് പുരുഷന്റെ ചെറിയൊരംശമാണ് ഈ വിശ്വമായി ഭവിച്ചിരിക്കുന്നത്. പാദോസ്യ വിശ്വ ഭൂതാനി ത്രിപാദസ്യ അമൃതം ദിവി. അസ്യ ത്രിപാദ്, അസ്യ എന്ന് പറയുമ്പോ ആ പുരുഷസ്യ, വിരാട് പുരുഷസ്യ, ഈശ്വരസ്യ, നാരായണസ്യ ത്രിപാദ്. ത്രിപാദ് 3/4, മുക്കാൽ ഭാഗം. അമൃതം ദിവി, ദിവി അമൃതം. ദിവി എന്ന് പറഞ്ഞാല് ദിവ്യമായിട്ട് ഈ ലോകങ്ങളെയെല്ലാം അതിക്രമിച്ചത് എന്നർത്ഥം. ഈ കാണുന്നതിനെ ലോകം എന്ന് പറയുന്നു നമ്മൾ, അല്ലേ?
ലോകത്തെ സംബന്ധിച്ചത് ലൗകികം. ലോകമെന്ന് പറയാൻ എന്താ കാരണം? കാണപ്പെടുന്നത് കൊണ്ടാണ്. ലുക്ക് എന്നുള്ള സംസ്കൃത ധാതുവിൽ നിന്ന് ലുക്യതേ ഇത് ലോക. ലുക്യതേ കാണപ്പെടുന്നു, കാണപ്പെടുന്നതല്ല ലോകം. കാണാത്തതൊക്കെയോ അലോകം. നമ്മുടെ പുരാണങ്ങളിലൊക്കെ ലോകാലോകങ്ങൾ എന്ന് പറയും. അലോകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളാൽ അറിയപ്പെടാതെ, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കൊന്നും വിഷയമല്ലാതെ ഈ ലോകത്തിനും അപ്പുറത്ത് കിടക്കുന്നതിനെയൊക്കെ നമ്മൾ എന്ത് പറയണം? തമോഭൂതങ്ങൾ, തമോ ഗർത്തങ്ങൾ, അല്ലെ? ശൂന്യാകാശം എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ്? അലോകങ്ങളാണ്. നമുക്ക് അറിയാൻ കഴിയാത്തത്, കാണാൻ പറ്റാത്തത്. അപ്പൊ അങ്ങനെയുള്ള ലുക്ക് എന്നുള്ള ധാതുവിൽ നിന്നാണ് ലോക ശബ്ദം ഉണ്ടാകുന്നത്. നമ്മൾ കാണുന്നു എന്നത് ലുക്യതേ എന്ന് പറയുന്നു. കാണാനുള്ള ഉപകരണത്തിന്റെ പേരെന്താണ്? ലോചനം എന്ന് പറയുന്നു. അപ്പൊ ഇതിൽ നിന്നാണ് ഇംഗ്ലീഷ് വാക്ക് ലുക്ക് ഉണ്ടായത്. ഇംഗ്ലീഷുകാരൻ നമ്മളെ കണ്ടുപഠിച്ചാണ് ലുക്ക് ലുക്ക് എന്ന് പറഞ്ഞത്, കാണ് എന്ന് പറഞ്ഞത്. എത്രയോ പദങ്ങൾ സംസ്കൃതത്തിൽ നിന്നാണ് ഇംഗ്ലീഷ് പദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് ഓരോന്നും നമ്മൾ സന്ദർഭം വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അത് തന്നെയാണ് തമിഴില് പറയുമ്പോ ഈ ലോകത്തിന് എന്താ പറയാ? പാര് എന്നാണ് പറയുക, അല്ലെ? തമിഴ് വാക്കാണ് പാര്. നമ്മൾ അതിനെ മലയാളത്തിലേക്കും എടുത്തിട്ടുണ്ട്. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടിമണ്ണല്ല. അപ്പൊ പാരിൻ നടുവിൽ, പാര് എന്ന് പറഞ്ഞാൽ ലോകം. എന്തുകൊണ്ട് പാര് എന്നാണ് ക്രിയയും? നോക്ക് എന്ന് പറയാൻ തമിഴിൽ എങ്ങനെയാ പറയാ? ഡേ പാരടാ, നന്നായി നോക്കടാ എന്ന അർത്ഥം. നോക്കുന്നത്, കാണപ്പെടുന്നത് പാര്. മനസ്സിലാവുണ്ടോ? അപ്പോ ഈ ലോകം ആണ് ഇവിടെ ഈ വിരാട്, ഇതിന്റെ സ്ഥൂല രൂപം. ഈ കാണപ്പെടുന്നതായിട്ടുള്ള ഭൂമി, മുകളിലുള്ള വേണമെങ്കിൽ ലോകങ്ങള്, താഴോട്ടുള്ള ലോകങ്ങൾ, ഇങ്ങനെ 14 ലോകങ്ങൾ. 14 ലോകങ്ങളാണ്. ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? കാണപ്പെടുന്നത്, അനുഭവിക്കാൻ സാധിക്കുന്നത്. നമ്മൾക്ക് ഇപ്പോ സ്വർഗമൊന്നും കാണാൻ പറ്റില്ലെങ്കിലും നമ്മൾ അതിനുള്ള യോഗ്യത നേടിയാൽ പോയി കാണാം. അവിടേക്കുള്ള വിസ എടുക്കണം നമ്മൾ, അല്ലെ? ഇപ്പൊ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അമേരിക്ക കാണാൻ പറ്റുമോ? ചന്ദ്രൻ കാണാൻ പറ്റുമോ? ചന്ദ്രനിലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമോ? അതിന് യോഗ്യത കൈവരിക്കണം. ചന്ദ്രനിൽ പോയിട്ട് കണ്ടിട്ട് വന്നവരുണ്ട്, അല്ലെ? അമേരിക്കയിൽ പോയി ധാരാളം ആൾക്കാർ അമേരിക്ക കണ്ടിട്ട് വരുന്നുണ്ട്. നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് അമേരിക്ക ഇല്ല എന്ന് പറയാൻ പാടോ? ഞാൻ കാണുന്നില്ല, അതുകൊണ്ട് അമേരിക്ക ഇല്ല. അത്യന്തം വിഡിതമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ കാണാൻ കഴിയുന്നില്ല. നമ്മുടെ ഈ കണ്ണുകളെ കൊണ്ട് പെട്ടെന്ന് കാണാൻ പറ്റുന്നതല്ല. പക്ഷെ അതിനുള്ള യോഗ്യത കൈവരിച്ചാൽ നമുക്ക് അവിടെ പോയി കാണാം. അതുപോലെയാണ് സ്വർഗാദി ലോകങ്ങളൊക്കെ. നമുക്ക് ഊർധ്വ ലോകങ്ങള്, ഭൂഹു കഴിഞ്ഞാൽ ഭുവഹ, ഭൂർഭുവസ്വഹ, സ്വഹ എന്ന് പറഞ്ഞാൽ സ്വർഗം. അത് കഴിഞ്ഞ് ജനലോകം, മഹർലോകം, തപോലോകം, മറ്റേ സത്യലോകം എന്ന ബ്രഹ്മലോകം. അങ്ങനെ ഊർധ്വലോകങ്ങൾ 7. താഴോട്ട് അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം, ഇങ്ങനെ 7 അധോലോകങ്ങൾ. ഇവിടേക്കും നമുക്ക് പോവാം. അതിനും പ്രത്യേക വിസയുണ്ട്. എന്താണ്? പാപം ചെയ്താൽ മതി. നിറയെ പാപങ്ങൾ ചെയ്യുന്നവർക്കാണ് താഴോട്ടുള്ള ഗതി. അവിടെ പോയിട്ട് അവിടെയുള്ള രാക്ഷസ അസുരന്മാരുടെ കൂടെ, പാമ്പുകളുടെ കൂടെ ഒക്കെ കഴിയാം, അല്ലെ? പാതാളത്തിലൊക്കെയാണ് ഉരകങ്ങളുടെ ലോകം എന്ന് പറയും. അതുപോലെ രസാതലമാണ് അസുരന്മാരുടെ ലോകം. ഇങ്ങനെ ഓരോ ലോകങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് പ്രാപിക്കാം. അപ്പൊ ഇതൊക്കെ ലോകമാണ്. 14 ലോകങ്ങളും ഈ വിരാട് പുരുഷന്റെ കാണപ്പെടുന്ന ശരീരമാണ്, വിശ്വരൂപമാണ്. അതിനും അതീതമാണെന്ത്? ത്രിപാദ് അസ്യ അമൃതം ദിവി. ത്രിപാദ്, 3/4 ഭാഗം, 3 ഭാഗം നിങ്ങൾക്ക് ദിവി അമൃതം. ഇതിനൊക്കെ അപ്പുറത്തായിട്ട് ശാശ്വതമായിരിക്കുന്നു. ഇവിടെ അമൃതം എന്നുള്ളത് കൊണ്ട് ശാശ്വതം, ഈ ലോകമായി പരിണമിക്കാതെ എന്നും ഒരുപോലെ ചൈതന്യം ഇരിക്കുന്നു, ശുദ്ധ ചൈതന്യമായിരിക്കുന്നു. അതിന് യാതൊരു മാറ്റവുമില്ല. ഇന്നലെ പറഞ്ഞ ഉദാഹരണം, മറ്റേ സമുദ്രത്തിലെ ആർട്ടിക് പ്രദേശത്ത് ഐസ് മലകൾ ഉണ്ടാകുന്നു, അല്ലെ? ആ ഐസ് മല സമുദ്രജലത്തിന്റെ എത്രമാത്രം? പാദോസ്യ, അല്ലെ? ഈ സമുദ്രത്തിന്റെ പാദമാണ് മലയായിട്ട്, ഐസ് മലകളായിട്ട് തീർന്നിരിക്കുന്നത്. പാദം എന്ന് പറഞ്ഞ ഇവിടെ കൃത്യം കണക്കെടുത്ത് പറയല്ല.
ചെറിയൊരംശം എന്ന്. അപ്പൊ സമുദ്രജലത്തിന്റെ ചെറിയൊരംശം മാത്രമാണ് ആ ശൈത്യ പ്രദേശങ്ങളിൽ മലയായി ഐസായി തീർന്നിരിക്കുന്ന. ഐസ്ബർഗ് എന്ന് വെച്ചാൽ ഹിമാലയത്തെക്കാൾ വലിയ പർവ്വതങ്ങളാണ് അവക്ക. വെള്ളത്തിന്റെ അടിയിൽ താഴ്ന്നു കിടക്കുകയാണ്. ഒരു ഹിമാലയം കൊണ്ടുപോയി അതിൻ്റെ അടുത്ത് പോയി കമ്പയർ ചെയ്താൽ ഒന്നുമല്ല. അത്രയും വലിയ വലിയ പർവ്വതങ്ങൾ എവിടെയുണ്ട്? ഐസ്ബർഗായിട്ട് ആർട്ടിക് പ്രദേശങ്ങളിലുണ്ട്. അതൊക്കെ ഇപ്പൊ ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സമുദ്രജലത്തിന്റെ നിരപ്പ് കൂടി കൂടി വരുന്നുണ്ട്. പതുക്കെ 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 ചൂട് കൂടുന്നുണ്ട് ലോകത്ത്, അല്ലെ? നമുക്കിപ്പോ ഓരോ വർഷവും കാണുന്നില്ലേ, നമ്മൾ അനുഭവിക്കുന്നില്ലേ എന്താ ചൂട്. ഇപ്പൊ തന്നെ മാർച്ച് ഏപ്രിലൊക്കെ ആവുമ്പോഴേക്കും തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ അവിടുത്തെ ഐസ് ഉരുകാൻ തുടങ്ങി, അതിന്റെ മലയുടെ വലിപ്പം കുറയാൻ തുടങ്ങി. അപ്പൊ വെള്ളം മുഴുവൻ ഐസ് മലയായിട്ടുണ്ടോ? ഇല്ല. ത്രിപാദസ്യ അമൃതം ദിവി, അതിന്റെ എത്രയോ ഭാഗം മാറാതെ വെള്ളമായി തന്നെ ഇരിക്കുന്നു. കുറച്ച് മാത്രമേ ഐസായി തീർന്നിട്ടുള്ളൂ. എന്നതുപോലെ ഈ പ്രപഞ്ചം ആ ഈശ്വരന്റെ ചെറിയൊരു അംശം മാത്രമാണ്. അതാണ് ഭഗവാൻ ഗീതയില് വിഭൂതി യോഗത്തിൽ 10ാം അധ്യായത്തിൽ പറയും, ഞാൻ എന്റെ ചെറിയൊരു അംശം കൊണ്ടാണ് ഈ ലോകത്തെ മുഴുവൻ നിലനിർത്തുന്നത്. വിഷ്ടവ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. എന്റെ ഏകാംശേന വിഷ്ടഭ്യ, എല്ലായിടത്തും വ്യാപിച്ച് ഞാൻ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ ഈ വിശ്വത്തെ നിലനിർത്തുന്നു. അപ്പൊ ഈ വിശ്വം നിലനിൽക്കുന്നത് ഈശ്വരന്റെ ചെറിയൊരു അംശം കൊണ്ടാണ്. ചെറുത് മതി. ബാക്കി അനന്തമായിട്ട് ഈശ്വരൻ തന്റെ പൊട്ടൻസിയെ ഒന്നും ചെയ്യാതെ ആവശ്യമില്ലാതെ ബാങ്കിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുന്നു, അല്ലെ? ഇപ്പൊ നമ്മൾക്ക് ലക്ഷങ്ങള് കോടികള് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ എല്ലാം എടുത്തിങ്ങനെ വാരി വെതറുവോ? അവിടെ ഇരിക്കുന്നുണ്ട്. ആവശ്യമുള്ളപ്പോ എടുക്കാം. മാസ ചെലവിൽ എത്ര വേണം? ഒരു 10,000 15,000 ഉണ്ടെങ്കിൽ ധാരാളമായി, അല്ലെ? പക്ഷെ ഇപ്പൊ പോരാ. ഇപ്പൊ കറണ്ട് ബില്ലൊക്കെ എത്രയാണ്? ഗ്യാസിന്റെ വില, വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ പെട്രോളിനൊക്കെ എത്രയാ വില, സാധനങ്ങളുടെ വില എന്താണ്? അപ്പൊ 10,000 ഒന്നും പോരപ്പോ. എന്നാലും ഓരോരുത്തരുടെ തലത്തിനനുസരിച്ച്. അപ്പൊ ബാങ്കിൽ കോടികൾ ഉണ്ടെങ്കിൽ കോടികളെ മുഴുവൻ എടുത്ത് നമ്മള് വാരി വെതറാറില്ല, പ്രകടിപ്പിക്കാറില്ല. അതവിടെ സൈലന്റ് ആയിട്ട് കിടക്കുന്നു. അതിന്റെ ഡെപ്പോസിറ്റിന്റെ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ പെട്ടിയിൽ ഭദ്രമാക്കി വെച്ചിരിക്കുന്നു, അല്ലേ? അപ്പൊ അതുപോലെയാണ് ഭഗവാന്റെ ചെറിയൊരു അംശം കൊണ്ട് ഈ വിശ്വത്തെ സൃഷ്ടിച്ചിരിക്കുന്നു. അവന്റെ വലിപ്പം നമുക്ക് ഊഹിക്കാനാവോ? ഇല്ല. നമുക്കിവിടെ ഇരുന്ന് വായി പൊളിച്ച് അതിശയത്തോടുകൂടെ ഭഗവാനേ നമസ്കാരം എന്ന് പറയാം, അത്രേ ഉള്ളൂ. അങ്ങയുടെ മഹിമ വർണ്ണിക്കാനാവുന്നതല്ല. ഒരു വേദങ്ങളെ കൊണ്ടും വർണ്ണിച്ചു തീർക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് വേദങ്ങളൊക്കെ നിസ്സഹായമായിട്ട് പറയുന്നു, ഞങ്ങൾക്ക് ആവും പോലെയൊക്കെ സ്തുതിക്കാം. ഞങ്ങൾക്ക് വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാനാവുന്നതല്ല. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. ഏതൊരു ഈശ്വരന്റെ മഹത്വത്തെ വലിപ്പത്തെ കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സ് മടങ്ങുന്നു, വർണ്ണിക്കാൻ ശ്രമിക്കുമ്പോൾ വാക്ക് നിസ്സഹായമായി പിന്തിരിയുന്നു. അപ്പൊ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ, വാക്കുകൊണ്ട് വർണ്ണിക്കാനോ മനസ്സുകൊണ്ട് ഭാവന ചെയ്യാനോ ബുദ്ധി കൊണ്ട് ചിന്തിക്കാനോ ഒന്നും സാധിക്കുന്നതല്ല ഈശ്വരന്റെ ആ പരമാത്മാവിന്റെ പരബ്രഹ്മത്തിന്റെ യഥാർത്ഥ മഹത്വം, യഥാർത്ഥ വലിപ്പം. ആ വല്യവനായ പരബ്രഹ്മമായിരിക്കുന്ന പരമാത്മാവായിരിക്കുന്ന ആ പരമേശ്വരന്റെ ഒരു ചെറിയ അംശം കൊണ്ടാണ് ഈ വിശ്വനാടകം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി ആ ഭഗവാനെ നമ്മൾ എപ്പോഴും ബഹുമാനത്തോടെ, അല്ലെ, അദ്ദേഹത്തിന്റെ ആ ഈശ്വരന്റെ വലിപ്പത്തെ അറിഞ്ഞുകൊണ്ട് ആദരവോടുകൂടെ ജീവിക്കുക. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുക. ഏതാവാനസ്യ മഹിമാ അതോജ്യായാഗംശ്ച പൂരുഷഃ പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി. അപ്പൊ നമുക്ക് ഈ പ്രപഞ്ചത്തെ കുറിച്ചൊക്കെ എത്ര അറിഞ്ഞാലും, എത്ര വലിയ പണ്ഡിതനായാലും, ഏതെല്ലാം എൻസൈക്ലോപീഡിയകൾ അവൻ കാണാപ്പാടാൻ പഠിച്ചു വെച്ചാലും അവന്റെ അറിവ് എത്രയാണ്? തുച്ഛം. ഈശ്വരനെ കുറിച്ച് അറിയാൻ ആർക്കും ആവില്ല. അടുത്ത മന്ത്രത്തിലേക്ക് കടക്കാം. ത്രിപാദൂർധ്വ ഉതൈത് പുരുഷഃ
പാദോസ്യേഹാ ഭവാത് പുനഃ തതോ വിശ്വം വിഗ്രാമത് ശാസനാനസനേ അഭി ത്രിപാദൂർധ്വ ഉദൈത് പുരുഷഃ പാദോസ്യേഹാ ഭവാത് പുനഃ തതോ വിശ്വം വിക്രാമത് ശാസനാനസനേ അഭി. ത്രിപാദൂർധ്വ ഉദൈ പുരുഷ. അപ്പൊ ആ പുരുഷ എന്നുള്ളതോടെ പുരുഷസ്യ എന്നുള്ള അർത്ഥത്തില് ആ പുരുഷന്റെ ത്രിപാദ് ഊർധ്വ ഉദൈത്. ത്രിപാദ് ആ മുക്കാൽ ഭാഗം, 3 ഭാഗം, ഊർധ്വ ഈ ലോകത്തിന് ഊർധ്വമായിട്ട്, ഉദൈത് എന്ന് പറഞ്ഞാൽ ഉയർന്നിരിക്കുന്നു. ഉദ് ഏത് എന്നാണ്, ഏതി എന്ന് പറഞ്ഞാൽ പ്രാപിക്കുക എന്നാണ്. ഉദ് ഏതി മുകളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. അപ്പൊ ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ മുകളിലാണ്, അഥവാ ഊർധ്വമാണ്. അതാണ് നമ്മള് ഭഗവത്ഗീതയിൽ ഒരു ഊർധ്വമൂലമത ശാഖം. ഗീതയിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, 15-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഊർധ്വമൂലമദശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണ്ണാനി യസ്തം വേദ സ വേദവിദ് എന്ന്. അപ്പോ ഈ പ്രപഞ്ചത്തെ ഒരു വൃക്ഷമായിട്ട് ചിത്രീകരിക്കുകയാണ്. അശ്വത്ഥം ഒരു വടവൃക്ഷമാണ്, ഒരു അരയാലാണ് ഈ പ്രപഞ്ചം. ആ വൃക്ഷം എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്, അതിന്റെ മൂലം എവിടെയാണ്? അത് ഊർധ്വം. ഊർധ്വം എന്ന് പറഞ്ഞാലോ ഈ ഇതിനെല്ലാം ഉപരിയായിരിക്കുന്നത്, അതിക്രമിച്ചു നിൽക്കുന്നത്.
ആ മൂലം ഊർധ്വത്തിലുള്ളതും മുകളിലുള്ളതും അധശാഖം, ശാഖകളാണ് ഇവിടെ വ്യാപിച്ചു കാണുന്നത്. അങ്ങനെ നമ്മളൊരു ഒരു ഒരു എന്താ പറയുക, തലകിഴായി നിൽക്കുന്ന ഒരു വൃക്ഷത്തെ പോലെ ഭാവിക്കുകയാണ്. ഇതിന്റെ മൂലം എവിടെയാണ്? ഈ പ്രപഞ്ചമാകുന്ന ഈ അരയാൽ വൃക്ഷത്തിന്റെ മൂലം ഈശ്വരനിൽ നിന്നാണ്, പരമാത്മാവിൽ നിന്നാണ്. അത് ഇതിനെല്ലാം ഉപരിയാണ് എന്ന് പറയാനാണ് അവിടെ ഊർധ്വം. അല്ലാതെ വൃക്ഷം തലകിഴായി നിൽക്കുകയല്ല. മൂലം ഊർധ്വത്തിലാണ് എന്ന് അതെ, മൂലം ഊർധ്വഭാഗത്താണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കാരണം അർത്ഥം. മൂലം എന്നാൽ കാരണം ഇതിനെ അതിക്രമിച്ച് വർദ്ധിക്കുന്നു. അപ്പോ ത്രിപാദൂർധ്വ ഉദയി പുരുഷ, ആ പുരുഷന്റെ മുക്കാൽ ഭാഗം ഇതിന് ഊർധ്വമായി ഉയരത്തെ പ്രാപിച്ചിരിക്കുന്നു, അതിക്രമിച്ചു നിൽക്കുന്നു. പാദോസ്യ ഇഹ അഭവത് പുനഃ, അവന്റെ പാദമാണ് അഥവാ നാലിലൊന്നാണ് ഈ വിശ്വമായിട്ട് ഭവിച്ചിരിക്കുന്നത് എന്ന് ഒന്നുകൂടെ ഊന്നി പറയുകയാണ്. തതോ വിശ്വം വ്യക്രാമത് സാശനാനശനെ അഭി. സാശനം എന്ന് പറഞ്ഞാൽ അശിക്കുന്ന സ്വഭാവത്തോടു കൂടിയത്. അശനേന സഹവർത്തതേതി സാശനം. അശിക്കുക എന്ന് പറഞ്ഞാൽ ഭുജിക്കുക, ഭക്ഷണം കഴിക്കുന്നത് എന്നർത്ഥമാണ്. അപ്പൊ സാശനങ്ങളായതും അനശനങ്ങളായതും, അനശനങ്ങൾ എന്ന് പറഞ്ഞാലോ ഭുജിക്കാത്തത്, ഭക്ഷിക്കാത്തത്. എന്തർത്ഥത്തിലാണ് ഇവിടെ സാശനം എന്ന് പറഞ്ഞാൽ? ഏതൊരു ജീവിയാണെങ്കിലും അത് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? അതിന് അന്നം വേണം, എന്തെങ്കിലും ഭുജിക്കണം, പ്രാണൻ വേണം, അല്ലെ? നമ്മുടെ വാ കീറിയിട്ടുണ്ടോ അത് ജീവിക്കും, നിലനിൽക്കും എന്ന് പറയും പോലെ അശിക്കുക. നമുക്ക് ഏറ്റവും പ്രഥമമായിട്ട് ആവശ്യമുള്ളതായിട്ടുള്ള ഇന്ദ്രിയമാണ് വായ. അതുകൊണ്ടാണ് ഇതിന് മുഖം എന്നും പറയുന്നത്, മുഖ്യമായ ദ്വാരം. ഏത് ജന്തുവിനും കണ്ണ് വേണമെന്നില്ല, കാത് വേണമെന്നില്ല, കാത് വേണമെന്നില്ല, വേറെ ഒരു ദ്വാരവും ഇല്ലെങ്കിലും മെയിൻ ഗേറ്റ് ഒന്ന് വേണം. ഇതാണ് ആദ്യം ഉണ്ടാവുന്ന ദ്വാരം. നമ്മുടെ സൃഷ്ടിയിലെ ഏത് ജന്തുവിനും ആദ്യം ഉണ്ടാവുന്ന ദ്വാരം വായാണ്. അതാണ് പ്രഥമം, അതാണ് മുഖ്യം. അതുണ്ടെങ്കിൽ ബാക്കി പിന്നാലെ വന്നോളും, വികാസം പിന്നാലെ വന്നോളും. ഏറ്റവും പ്രിമോഡിയൽ ആയിട്ടുള്ള ഏതൊരു ഏകകോശ ജീവിയാണെങ്കിൽ പോലും അതിന് വേണ്ടത് ഭക്ഷണം കഴിക്കാനുള്ള സാമർഥ്യമാണ്, എന്തെങ്കിലും അകത്താക്കാനുള്ള സാമർഥ്യം. അപ്പൊ അത് സസ്യജാലങ്ങൾക്കുണ്ട്. സസ്യങ്ങളും എങ്ങനെയുള്ളതാണ്? അശനങ്ങളോട് കൂടിയതാണ്, സാശനമാണ്. എന്നാൽ അനശനം എന്ന് പറയുമ്പോഴോ കല്ല്, മണ്ണ്, അല്ലെങ്കിൽ പർവ്വതങ്ങള്, നദികള്, സമുദ്രം, ഇതൊക്കെ അനശനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ സ്വയം ഭുജിക്കാത്തത്, ഭോജനമില്ലാത്തത്. അപ്പൊ ജഡമായതും ചേതനമായതും ജീവനുള്ളതും ജീവനില്ലാത്തതെന്ന് സൂചിപ്പിക്കുന്നതാണ് സാശനം, അനുശനം, അഭി. ഇത് രണ്ടും ചരാചരാത്മകമാണ് ഈ വിശ്വം, ഈ കാണുന്ന വിശ്വം. അത് ആ പരമാത്മാവിന്റെ, പരബ്രഹ്മത്തിന്റെ ചെറിയൊരു അംശം മാത്രമാണ്. എന്നാൽ ഈശ്വരനോ ഇതിലൊക്കെ എത്രയോ അപ്പുറത്തേക്ക് അതിക്രമിച്ച് വർദ്ധിക്കുന്നു. അവന്റെ 3 പാദങ്ങൾ അനന്തമായി വർദ്ധിക്കുന്നു. ത്രിപാദൂർധ്വം ഉദയി പുരുഷ പാദോസ്യേഹ ഭവത് പുനഃ തതോ വിശ്വം വ്യക്രാമത്. വിശ്വം എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും നർത്തോണം, 4 ഭാഗത്തേക്ക്, എല്ലാ ഭാഗത്തേക്കും വ്യക്രാമത് വ്യതിക്രമിച്ചിരിക്കുന്നു, വ്യാപിച്ചിരിക്കുന്നു. ക്രമ എന്ന് പറഞ്ഞാൽ പാദവിക്ഷേപമാണ്, വ്യാപിക്കുക എന്ന അർത്ഥമാണ്. വ്യക്രാമത് വിശേഷേണ ക്രമിച്ചിരിക്കുന്നു, എല്ലാ ഭാഗത്തും വ്യാപിച്ചിരിക്കുന്നു. വിശ്വം വ്യക്രാമത്. അപ്പോ എല്ലാ ഭാഗത്തും ഈ ഈശ്വര ചൈതന്യം രൂപമെടുത്ത് ഈ പ്രപഞ്ചമായി, വിരാട് രൂപമായി പ്രകാശിക്കുന്നു. അതിനെയാണ് വിരാട് എന്ന് പറയുന്നത് എന്ന് അടുത്ത മന്ത്രത്തിൽ പറയുന്നത്. ഈ സാശനാനശനി എന്നുള്ളതിന് വേറെ അർത്ഥങ്ങളുണ്ട്, നാളെ പറയാം. ഇന്നിപ്പോ നമ്മുടെ അടുത്ത പരിപാടിക്കുള്ള ആൾക്കാർ വന്ന് കാത്തിരിക്കുകയാണ്, അല്ലേ? എന്താ പരിപാടി? ഭജനയാണോ? ഭജന, ഗോവിന്ദ ഭജന മണ്ഡലി. നമ്മുടെ നെല്ലിശ്ശേരി ഗോവിന്ദ ഭജന മണ്ഡലി അവരുടെ ടീമിന്റെ ഭജനയാണ്. എല്ലാവരും കേട്ടിട്ട് പോവുക. അവർക്ക് വേണ്ടി നമുക്ക് ഒഴിഞ്ഞു കൊടുക്കാം. ഓം തച്ഛം യോരാവൃണീമഹേ ഗാതും യജ്ഞായ ഗാതും യജ്ഞപദയേ ദൈവീ സ്വസ്തിരസ്തു നഃ സ്വസ്തിർമാനുഷേഭ്യഃ ഊർധ്വം ജിഗാതു ഭേഷജം ശന്നോ അസ്തു ദ്വിപദേ ശം ചതുഷ്പദേ
ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര സ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. ഹരി ഓം. ഇപ്പൊ നാളെ നമുക്ക് 5 മണിക്ക് കാണാം.